നമസ്കാരം, ഞാൻ മരിയ. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ഉള്ളത് പറഞ്ഞാൽ ഉറക്കം കെടുന്നവർ. പ്രമുഖരുടെ ഉറക്കം കെടുത്തി കത്ത് പിടിച്ചെടുക്കാൻ ക്രൈംബ്രാഞ്ച്. ജോസ് കെ മാണി ഉൾപ്പെടെ നിരവധി പ്രമുഖർക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിക്കുന്ന സരിതയുടെ കത്തിന്മേൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയ DGPയുടെ ഉത്തരവ്. കത്തിന്റെ ഉറവിടം സംബന്ധിച്ച് അന്വേഷണം നീളുന്നത് രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖരിലേക്ക്. അന്വേഷണം മരവിപ്പിക്കാനുള്ള പോലീസ് നീക്കം പൊളിച്ചത് കേരള കൗമുദി റിപ്പോർട്ട്. അന്വേഷണം മാധ്യമങ്ങൾക്ക് വ്യാജ കത്ത് നൽകിയതിനു പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ജോസ് കെ മാണിയുടെ പരാതിയിൽ കുരുക്കായത് സരിത പിന്നീട് പത്രസമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ഒറിജിനൽ കത്ത്. സരിതയുടെ കത്ത് തെളിവാക്കി ജോസ് കെ മാണിക്കെതിരെ കേസെടുക്കണമെന്ന് VS. പുറത്തായത് വ്യാജ കത്തെന്ന വാദം പൊളിഞ്ഞതോടെ മിണ്ടാട്ടമില്ലാതെ സരിത S. നായർ. വാക്കിനിടയിലെ വിജയഭേരി. പാർട്ടിയിൽ പിണറായി തന്നെ താരമെന്ന് പ്രഖ്യാപിച്ച പ്രകാശ് കാരാട്ട്. പിണറായിക്ക് കേരളത്തിൽ സുപ്രധാന പങ്കു വഹിക്കാനുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ എന്ന കാര്യത്തിൽ തീരുമാനം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം. VS വീണ്ടും മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് തിരഞ്ഞെടുപ്പിൽ പാർട്ടി ആർക്കും വിലക്കോ നിരോധനമോ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് മറുപടി. EMS ഉത്തമ കമ്മ്യൂണിസ്റ്റ്. ചരിത്രത്തിൽ VSന്റെ സ്ഥാനം ചർച്ച ചെയ്യേണ്ടതാണെന്നും കാരാട്ട്. TP ചന്ദ്രശേഖർ വധം ചില ആവലാതികൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ചെയ്ത കുറ്റം. അത് ആ കാലത്ത് പാർട്ടിയുടെ പ്രതിച്ഛായ മോശമാക്കി. ആ വ്യക്തിയെ പുറത്താക്കിയതോടെ എല്ലാം അവസാനിച്ചെന്ന് CPM ജനറൽ സെക്രട്ടറി. വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ മുഖ്യ ചർച്ച പാർട്ടിയെ ശക്തിപ്പെടുത്തലും ഇടതുമുന്നണി വിപുലീകരണവും. സമീപകാലത്ത് മുന്നണി വിട്ടവരെ മടക്കി കൊണ്ടുവരുന്നതിന് മുൻഗണനയെന്നും കാരാട്ട്. പ്രചരണം പൂശി മുഖം മിനുക്കാൻ. വിവാദങ്ങളിൽ വ്യാകുലതയും പ്രതിച്ഛായ വീണ്ടെടുക്കാൻ ശുഭപ്രതീക്ഷയുമായി UDF. മുന്നണിക്ക് മോശം പ്രതിച്ഛായ സമ്മാനിച്ചത് ഘടകകക്ഷികളിലെ പ്രശ്നങ്ങൾ എന്ന് വിലയിരുത്തൽ. പ്രചരണത്തിലൂടെ മുഖം വീണ്ടെടുക്കാൻ മുന്നണി ശ്രമം. UDFന് പ്രതികൂല കാലാവസ്ഥയെന്ന് ഏകോപന സമിതിയിൽ പൊതുവികാരം. വിവാദങ്ങൾ സംബന്ധിച്ച് യോഗത്തിൽ തർക്കം. ഈ പോക്ക് പോയാൽ മുന്നണി പച്ചതൊടില്ലെന്ന് VD സതീശൻ. സർക്കാരിനെ അട്ടിമറിക്കാൻ പ്രതിപക്ഷം ചില UDF ഘടകകക്ഷികളെ കൂട്ടുപിടിച്ചെന്ന് കൺവീനർ PP തങ്കച്ചൻ. ജോർജിന്റെയും സരിതയുടെയും കത്തുകൾ ചർച്ച ചെയ്യാതിരുന്നതിന് ഗൗരവ സ്വഭാവം ഇല്ലാത്തത് എന്ന് വിശദീകരണം. മടക്കം പൂർണ്ണം, ദൗത്യം സഫലം. യമനിൽ നിന്ന് വിമാനമാർഗമുള്ള ഇന്ത്യൻ രക്ഷാദൌത്യം പൂർണ്ണം. ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി പൂർത്തിയായെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ എംബസി അടച്ചുപൂട്ടി താൻ നാട്ടിലേക്ക് മടങ്ങിയെന്ന് VK സിംഗിന്റെ ട്വീറ്റ്. യുദ്ധഭൂമിയിൽ നിന്ന് ഇതുവരെ നാട്ടിലെത്തിച്ചത് 5000-ലധികം പേരെ. ഇന്നു രാവിലെ കൊച്ചിയിലെത്തിയ സംഘത്തിൽ കൈക്കുഞ്ഞുൾപ്പെടെ 383 മലയാളികൾ. യമനിൽ സൗദി വ്യോമാക്രമണത്തിന് തുടർച്ച. കിഴക്കൻ യമനിൽ ഷവ്വ പ്രവിശ്യ തലസ്ഥാനമായ അദാഖ് കൈയടക്കി ഹൂതികളുടെ മുന്നേറ്റം. ദശരാഷ്ട്ര സഖ്യം നാവിക യുദ്ധത്തിനും സജ്ജം. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.